Switch to MindLab. Powered by Mohanam Enterprises. ഹായ്, ഞാൻ അർച്ചന അജിത്. മൈൻഡ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കായംകുളത്തിനടുത്ത് കരിയിലക്കുളങ്ങര ശ്രീ രാജസാറിന്റെ വീട്ടിലാണ്. മൈൻഡ് ലാബ് ഇവിടെ ചെയ്ത തിയേറ്ററിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതൊരു മീഡിയം ബഡ്ജറ്റ് തിയേറ്റർ ആണെങ്കിലും നമ്മൾ ഇതിൽ ഓട്ടോമേഷൻ മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഒരു തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാ ലൈറ്റുകളും നമുക്ക് റിമോട്ട് വഴി ഉപയോഗിച്ച് സേഫ് ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കയറാവുന്നതാണ്. ഈ റൂമിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 20 അടി ലെങ്തും 11 അടി വിഡ്ത്തുമാണ്. അക്കോസ്റ്റിക്കിന് വേണ്ടി മൈൻഡ് ലാബ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന പോളിസ്റ്റർ അക്കോസ്റ്റിക് പാനൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇലൂമിനേഷന് വേണ്ടി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് പ്രൊഫൈൽ ലൈറ്റുകളും നിയോൺ LED സ്ട്രിപ്പുകളുമാണ്. 120 ഇഞ്ച് ഫിക്സഡ് ഫ്രെയിം സ്ക്രീൻ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൈൻഡ് ലാബിന്റെ തന്നെ സ്പീക്കർ പാക്കേജിലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെനന്റെ 1700H എന്ന AVRന് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്പീക്കർ പാക്കേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 300 വാട്ട് RMS ഉള്ള മൈൻഡ് ലാബിന്റെ തന്നെ സബ്വൂഫർ ആമ്പും ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെനന്റെ 1700H എന്ന AVR ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെർ ചാനൽ 8 ohmsൽ 80 വാട്ട് RMS സൗണ്ട് ഔട്ട്പുട്ടും മികച്ച രീതിയിലുള്ളൊരു ദൃശ്യാനുഭവം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തിയേറ്ററിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ മീഡിയ കൺവെർട്ടർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് NVIDIA ഷീൽഡ് TV ആണ്. ഇത് ഡോൾബി അറ്റ്മോസും ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്റ്റോമയുടെ HD30 HDR എന്ന DLP പ്രൊജക്ടറാണ് ഈ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മൈൻഡ് ലാബിനെ ഈ തിയേറ്റർ വർക്ക് ഏൽപ്പിക്കുന്നത് സോജി സാറാണ്. സോജി സാറ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുമായി ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. മൈൻഡ് ലാബിന്റെ തിയേറ്ററിന്റെ അനുഭവങ്ങൾ സാർ നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഇങ്ങനൊരു തിയേറ്ററിനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ സുഹൃത്തിന്റെ വീട്ടിൽ പോയി കണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു പ്ലാനിങ് വന്നത്. പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കിടെക്റ്റോട് അത് ഡിസ്കസ് ചെയ്യും. അദ്ദേഹമാണ് മൈലാൻഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. മൈലാബ് അജിത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ വളരെ ഒരു പോസിറ്റീവ് റിപ്ലൈ ആണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അദ്ദേഹത്തിന്റെ പ്രൊജക്ട് വർക്ക് വളരെ മനോഹരമായിരുന്നു. ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു തന്നു. അതിലുപരി സ്പീക്കറായാലും വൂഫറായാലും പ്രൊജക്ടറായാലും എല്ലാം വളരെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് അദ്ദേഹം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ നല്ലൊരു വർക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി ആദ്യം കേട്ടപ്പോൾ, അവരുടെ സ്പീക്കർ പാക്കേജെ പറ്റി കേട്ടപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാവും, എൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ആ കൺഫ്യൂഷനെല്ലാം ഇപ്പോൾ മാറി. വളരെ വളരെ നല്ല ക്വാളിറ്റിയാണ് സ്പീക്കറിനായാലും ഓപ്പറിനായാലും ഉണ്ടാകുക. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഒരു നല്ല ഫീലിംഗ് ആണ് നമുക്ക് സിനിമ കാണുമ്പോഴായാലും പാട്ട് കേൾക്കുമ്പോഴായാലും കിട്ടുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഒരു 5 to 5.5 lakhs വരേക്കും ചെയ്യുക എന്നുള്ളത്. ആ ഒരു ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം വളരെ മനോഹരമായി ഇത് ചെയ്തു തന്നു. താങ്ക്സ് ടു മൈ ലാബ്. കൊണ്ട് പോയി തിയേറ്ററിൽ പോയി ഒരു ഫുൾ മൂവി കാണാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അവര് ക്ഷമയോടെ ഇരുന്ന് കാണുകയൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് വീട്ടിലിപ്പം ഒരു തിയേറ്റർ വന്നതുകൊണ്ട്
കുട്ടികളെയും കൊണ്ട് വീട്ടിലിരുന്ന് ഒരു സിനിമ കാണാല് എന്തെങ്കിലും കാണുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതിന് നല്ല ക്ലാരിറ്റിയും സൗണ്ടും എല്ലാം തിയേറ്ററിലെ പോലെ തന്നെയാണ്. നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന അതേ അനുഭവം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഞാൻ 31 വർഷം ഡിഫൻസ് സർവീസിൽ ചെയ്തിട്ട് റിട്ടയറായി വന്നപ്പോൾ എന്റെ മരുമോനുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ വീടിന് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു എഞ്ചിനീയർ പയ്യനെ ഞങ്ങൾ വിളിച്ച് പ്ലാനൊക്കെ ശരിയാക്കി. അപ്പൊ ശരിയാക്കിയ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിന് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു തിയേറ്ററിന്റെ ഒരു ആവശ്യകത മരുമോനും ആലോചിച്ചു കഴിഞ്ഞപ്പോൾ മിലാനിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് അങ്ങനെ അജിത്ത് വന്നു. നമുക്ക് നല്ലൊരു തിയേറ്റർ കൺസെപ്റ്റ് ചെയ്ത് തന്നു. എല്ലാം നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ്. നല്ല രീതിയിലാണ് പുള്ളി എല്ലാം ചെയ്തു തന്നത്. തിയേറ്ററിന്റെ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. മൈൻഡ് ലാബ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഞാനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിന്റെ എല്ലാം ഓക്കെ ആണ്. എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ തിയേറ്റർ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പുതുതലമുറയാണ്. ഇവരിൽ നിന്ന് നമുക്ക് വിശേഷങ്ങൾ അറിയാം. ഞാനാണ് ഈ തിയേറ്റർ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്കാണ് ഇതിന്റെ കാര്യങ്ങൾ കൂടുതലും അറിയാവുന്നതായിട്ടുള്ളത്. ഞാനിവിടെ യൂട്യൂബാണ് കൂടുതലും കാണാറ്. വെക്കേഷൻ ടൈമിലൊക്കെയാണ് നമുക്ക് സമയം കിട്ടുന്നത്. അല്ലാതെ ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. അന്നേരം ഞാൻ ഇതിനകത്തിൽ എൻ്റെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഷോർട്ട് റീൽസ് ഒക്കെ കാണും. ഈ തിയേറ്ററിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഈസിയാണ്. ഒരു സ്വിച്ച് ഇട്ടാൽ തന്നെ ഞങ്ങൾക്ക് സിനിമയും പാട്ടും ഒക്കെ കാണാൻ പറ്റും. ഈ വരാൻ പോകുന്ന വെക്കേഷൻ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിക്കും. മൈൻഡ് ലാബിന്റെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് അർച്ചനാജിത്ത്.